നമസ്കാരം. സീൽ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുറഞ്ഞ നിരക്കിൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വിമാനയാത്ര സാധ്യമാക്കുന്ന കേന്ദ്ര പദ്ധതിയായ ഉഡാൻ സർവീസുകൾക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ തുടക്കം. ആദ്യ സർവീസ് ഇൻഡിഗോ എയർലൈൻസിന്റേത്. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനന്റെ തലയിൽ ചാണകവെള്ളമൊഴിച്ചതിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും പ്രകടനങ്ങളും. സ്ത്രീവിരുദ്ധമായ സമൂഹമാണ് ഇപ്പോഴും കേരളത്തിലുള്ളതെന്ന് ഡോക്ടർ എം.എൻ. കാരശ്ശേരി. പുരുഷാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്ന സ്ത്രീകൾ ഏറെയുള്ള നാടാണിതെന്നും എം.എൻ. കാരശ്ശേരി. വിശദമായ വാർത്തകളിലേക്ക്. കുറഞ്ഞ നിരക്കിൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വിമാനയാത്ര സാധ്യമാക്കുന്ന കേന്ദ്ര പദ്ധതിയായ ഉഡാൻ സർവീസുകൾക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ തുടക്കമായി. ഇൻഡിഗോ എയർലൈൻസാണ് ആദ്യ സർവീസ് തുടങ്ങിയത്. ഹൈദരാബാദ്, ബംഗളൂരു, ചെന്നൈ, ഹുബ്ലി, ഗോവ എന്നിവിടങ്ങളിലേക്കാണ് ഇൻഡിഗോ പ്രതിദിന സർവീസുകൾ തുടങ്ങിയത്. വെള്ളിയാഴ്ച രാവിലെ 9:15 ഹൈദരാബാദിലേക്കാണ് ആദ്യ വിമാനം പറന്നുയർന്നത്. സർവീസ് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കിയാൽ എം.ഡി. വി. തുളസിദാസ്, ചീഫ് ഓപ്പറേഷൻസ് ഓഫീസർ ഉത്പൽ ബർവ, ഇൻഡിഗോ വൈസ് പ്രസിഡന്റ് സിൽഡി, അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് രവിചന്ദ്ര, എയർപോർട്ട് മാനേജർ ചാൾസ് എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. നൃത്തത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെയാണ് യാത്രക്കാരെയും അതിഥികളെയും വരവേറ്റത്. ആദ്യ യാത്രക്കാരന് സമ്മാനവും നൽകി. 74 പേരെ ഉൾക്കൊള്ളുന്ന AT-7 വിമാനമാണ് ഇൻഡിഗോ സർവീസുകൾക്ക് ഉപയോഗിക്കുന്നത്. ഉഡാൻ പദ്ധതി പ്രകാരം ഇതിൽ പകുതിയോളം സീറ്റുകളിൽ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാൻ കഴിയും. ഹൈദരാബാദ് സർവീസ് ഉഡാൻ പ്രകാരമല്ലാത്തതിനാൽ ഇളവ് ലഭിക്കില്ല. ആദ്യ ദിവസം എല്ലാ വിമാനങ്ങളിലും പകുതിയിലധികം യാത്രക്കാരുണ്ടായിരുന്നതായി കമ്പനി അധികൃതർ അറിയിച്ചു. നിലവിലുള്ള ഇന്ത്യൻ നഗരങ്ങൾക്ക് പുറമെ ഗാസിയാബാദ്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് കൂടി സർവീസ് തുടങ്ങും. പുതുതായി തുടങ്ങുന്ന വിമാനത്താവളം എന്ന നിലയിൽ ഉഡാൻ സർവീസ് നഷ്ടമാകുമെന്നതിനാൽ കിയാൽ ആദ്യം പിന്മാറിയിരുന്നു. പിന്നീട് കേന്ദ്രം പ്രത്യേക ഇളവുകൾ നൽകിയാണ് സർവീസുകൾ തുടങ്ങിയത്. മണിക്കൂറിന് 2500 രൂപ നിരക്കിലായിരിക്കും ടിക്കറ്റുകൾ. ഇൻഡിഗോയുടെ കുവൈറ്റ്, ദോഹ സർവീസുകൾ മാർച്ച് 15 തുടങ്ങും. സീൽ ന്യൂസ്, മുണ്ടേരി. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനന്റെ തലയിൽ ചാണകവെള്ളമൊഴിച്ചതിൽ വ്യാപക പ്രതിഷേധം. SFI തളിപ്പറമ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ടുപോയ പ്രവർത്തകൻ കൂടിയാണ് പ്രിയാനന്ദൻ. അദ്ദേഹത്തിന്റെ സിനിമകളിലൂടെയെല്ലാം വലിയ നിലയിലേക്കുള്ള വിമർശനങ്ങൾ RSSന്റെ പ്രത്യയശാസ്ത്രത്തിനെതിരായി, ഈ നാടിനെ പുറകോട്ടടിക്കുന്ന നയങ്ങൾക്കെതിരായി അദ്ദേഹം മുന്നോട്ട് വെച്ചു. അതിൽ വിരളി പൂണ്ടുകൊണ്ടാണ് ഏറ്റവും ഒടുവിലായി ശബരിമല ഉൾപ്പെടെ മുൻനിർത്തിക്കൊണ്ട് ഈ കേരളത്തിനകത്ത് നടന്ന സജീവമായ ചർച്ചകളെല്ലാം, ആ ചർച്ചകൾ ഈ നാടിന്റെ പുരോഗമന പക്ഷത്തെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആ സംഭവത്തിൽ ഉൾപ്പെടെ വിരളി പൂണ്ടുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയതിന്റെ ഭാഗമായി പ്രിയാനന്ദനെ ഉൾപ്പെടെ ആക്രമിക്കാൻ വേണ്ടി RSS തയ്യാറാവുകയാണ്. ഇവിടെ SFIക്ക് ആവശ്യപ്പെടാനുള്ളത്, ഈ നിലയിൽ സാംസ്കാരിക മേഖലയെ ഭയക്കുന്ന RSS ഈ നിലയിലാണ് കേരളത്തിനകത്ത് അക്രമം അഴിച്ചുവിട്ടുകൊണ്ട് കേരളത്തിന്റെ പ്രതികരണ. ജില്ലാ പ്രസിഡന്റ് CP ഷിജു അധ്യക്ഷത വഹിച്ചു. വി ഷീമ, ദീഷ്ണ പ്രസാദ്, ഷിബിൻ കാനായി, ഐ ശ്രീകുമാർ, വി പ്രജീഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ചെറുകുന്ന് കവണിശ്ശേരി പ്രദേശത്ത് പൈപ്പ് പൊട്ടി കുടിവെള്ളം കുത്തിയൊഴുകുന്നു. റോഡിൽ കൾവർട്ട് നിർമ്മാണത്തിന്റെ ഭാഗമായി കുഴിയെടുത്ത പ്രദേശത്താണ് പൈപ്പ് പൊട്ടിയത്. വെള്ളിയാഴ്ച രാവിലെ മുതൽ വെള്ളം കുത്തിയൊഴുകുകയായിരുന്നു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശത്താണ് കുടിവെള്ളം ഇങ്ങനെ പാഴാവുന്നതും. കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശമാണ് ചെറുകുന്ന് ഗ്രാമപഞ്ചായത്തിലെ കവണിശ്ശേരി പാടിയിൽ പ്രദേശങ്ങൾ. പാടിയിൽ ഭാഗത്തേക്കുള്ള പൈപ്പ് ലൈനാണ് വെള്ളിയാഴ്ച രാവിലെ തകർന്നത്. ഇതുവഴി വെള്ളം കുത്തിയൊഴുകുകയാണ്. റോഡിലെ കൾവർട്ട് അറ്റകുറ്റപ്പണി നടത്തുന്നതിനായി കുഴിയെടുത്തിരുന്നു. ഈ ഭാഗത്താണ് പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത്. കൾവർട്ട് നിർമ്മാണത്തിനായി 1 മാസം മുമ്പാണ് കുഴിയെടുത്തത്. എന്നാൽ സാങ്കേതികത്വത്തിന്റെ പേരിൽ നിർമ്മാണം വൈകുകയാണ്. അധികാരികളുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ഇതിന്റെ മെയിൻ പ്രശ്നം തന്നെ ഇവിടെ വെള്ളത്തിന് വളരെ ഇത് വരുന്ന സമയമാണ്. ആ സമയത്ത് ഇത്രയും വെള്ളം പാഴായിട്ട് പോകുന്ന കാണുന്നില്ല. നമ്മളത് പറഞ്ഞിട്ടുണ്ട് ഇതിനെപ്പറ്റി. നിർമ്മാണം വൈകുന്നതിനാൽ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പൊട്ടിയ പൈപ്പ് അടിയന്തരമായി മാറ്റി സ്ഥാപിച്ചില്ലെങ്കിൽ പ്രദേശത്തെ കുടിവെള്ള വിതരണം താറുമാറാകും. സീൽ ന്യൂസ്, ചെറുകുന്ന്.
പരിയാരം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള വിഷൻ, വനം വകുപ്പ്, ശുചിത്വ മിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ശുചിത്വ ഗ്രാമം സുന്ദരഗ്രാമം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ യോഗം ചേർന്നു. പരിയാരം ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് എ രാജേഷ് അധ്യക്ഷത വഹിച്ചു. ശുചിത്വ സുന്ദരഗ്രാമം എന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് വിവിധ വകുപ്പുകളുടെ യോഗം പരിയാരം പഞ്ചായത്ത് ഹാളിൽ ചേർന്നത്. യോഗ തീരുമാനപ്രകാരം ഫെബ്രുവരി 10 കുപ്പം പരിയാരം ദേശീയപാത 9 കിലോമീറ്റർ ദൂരത്തെ ഇരുവശത്തുമുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യും. ഇതിനായി ഓരോ വാർഡിൽ നിന്നും 100 വീതം അംഗങ്ങളുള്ള കർമ്മസമിതിയും ശുചിത്വ സേനയും സ്ഥിരമായി മോണിറ്ററിംഗ് സംവിധാനവും ഏർപ്പെടുത്തും. 10 ശേഷം ഇരുവശത്തും വനവൽക്കരണവും പൂന്തോട്ട നിർമ്മാണവും നടത്തും. നിയമ ശുചിത്വ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. മാലിന്യം വലിച്ചെറിയുന്നവരുടെ ഫോട്ടോ സഹിതം വാട്സപ്പിൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്ക് 1000 രൂപ പാരിതോഷികവും നൽകും. ജൈവ അജൈവ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ബാസ്ക്കറ്റുകൾ സ്ഥാപിക്കും. വിവിധ കേന്ദ്രങ്ങളിൽ CCTV, തെരുവ് വിളക്കുകൾ എന്നിവ സ്ഥാപിക്കും. ബോധവൽക്കരണം ലക്ഷ്യമിട്ടുള്ള ഫ്ളാഷ് മോബുകൾ സംഘടിപ്പിക്കും. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം ശക്തമാക്കും. ജനുവരി 18 മുതൽ ഫെബ്രുവരി 5 വരെ പരിയാരം പഞ്ചായത്തിലെ നാനോ ക്ലസ്റ്ററുകൾ വിളിച്ചു ചേർത്ത് വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തുമെന്നും പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് എ രാജേഷ് പറഞ്ഞു. ഗ്രാമപഞ്ചായത്തും ഹരിത കേരള മിഷന്റെ ഭാഗമായിട്ട് ശുചിത്വ മിഷനും സംയുക്തമായിക്കൊണ്ടാണ് നമ്മുടെ ഒരു ഗ്രീൻ പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ ശുചിത്വ ഗ്രാമം സുന്ദരഗ്രാമം എന്ന ഒരു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ കൂടിയാലോചന യോഗം ഇവിടെ ചേർന്നിട്ടുള്ളത്. സംസ്ഥാന വനം വകുപ്പിൻ്റെ നിർദ്ദേശവും അതുപോലെ തന്നെ നമ്മുടെ ഈ ശുചിത്വ മിഷന്റെയും ഹരിത കേരള മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഇപ്പോൾ ഇവിടെ യോഗം ചേരുന്നത്. ഹരിത കേരള മിഷൻ, വനം വകുപ്പ്, പോലീസ്, ശുചിത്വ മിഷൻ എന്നിവയുടെ പ്രതിനിധികളും KV രമ, V രാജീവൻ, PV ഗോപാലൻ, MT മനോഹരൻ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. പ്രളയത്തിൽ പൂർണ്ണമായി നശിച്ച നെല്ലും അരിയും തമിഴ്നാട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്നും പോളിഷ് ചെയ്ത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് മാരകമായ രോഗങ്ങൾക്ക് ഇടയാക്കുമെന്ന് മുൻ ഭക്ഷ്യവകുപ്പ് മന്ത്രി അനൂപ് ജേക്കബ്. കേരള കോൺഗ്രസ് ജേക്കബ് കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആ കേട് തീർത്തു പോകാൻ കഴിയുന്നത് അല്ലാതെ സർക്കാർ സംവിധാനം അനങ്ങാപ്പാറ നയമായി നിൽക്കുന്നത് 10,000 രൂപ എന്ന നാമമാത്രമായ സംഖ്യ പോലും നിങ്ങൾ മനസ്സിലാക്കണം. ആർക്കും ഇതുവരെ കിട്ടാതിരിക്കുന്ന ജനങ്ങൾ ഇന്നുമുണ്ട്. ഈ 10,000 രൂപ തുച്ഛമായ തുകയുണ്ടല്ലോ. ഒരു വെള്ളം കയറി വേണ്ടി 10,000 രൂപ നിങ്ങൾക്ക് ഒന്നുമല്ല. ആ തുച്ഛമായ തുക പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഗവൺമെന്റ്. ജില്ലാ പ്രസിഡന്റ് ജോർജ് വടകര അധ്യക്ഷത വഹിച്ചു. എഴുക്കോൺ സത്യൻ, വത്സൻ അത്തിക്കൽ, PS മാത്യു, ജോസ് പെരുന്നക്കോട്ട് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. കേരള സ്റ്റേറ്റ് ലൈബ്രറി യൂണിയൻ കണ്ണൂർ താലൂക്ക് സമ്മേളനം ജില്ലാ ലൈബ്രറി ഹാളിൽ നടന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം N ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രത്യേകിച്ച് അലവൻസോ ഓണറേറിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതെല്ലാം നിലയിലുള്ള സംരക്ഷണ നടപടികൾ ഉണ്ടായിരുന്നില്ല. ചോദിക്കാനും പറയാനും ഒരു സംഘടന പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മളറിയാം. അന്ന് തികച്ചും സ്വയം സമർപ്പിതമായ പൂർണ്ണമായും സേവനത്തിൽ ഊന്നിയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് ലൈബ്രറിയന്മാർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സേവനത്തിലും സമർപ്പിത മനോഭാവത്തിലും മാറ്റമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. യൂണിയൻ പ്രസിഡന്റ് ശിവകുമാരി അധ്യക്ഷത വഹിച്ചു. പൂക്കോടൻ ചന്ദ്രൻ, ബാലൻ, അനീഷ് കുമാർ, ശശീന്ദ്രൻ, ഉഷ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ശ്രീകണ്ഠാപുരം കാവുമ്പായി ഉപതെരഞ്ഞെടുപ്പ് 2 പേർ പത്രിക നൽകി. LDF സ്ഥാനാർത്ഥികളാണ് പത്രിക നൽകിയത്. LDF സ്ഥാനാർത്ഥിയായ രാജൻ, അഭിലാഷ് എന്നിവരാണ് റിട്ടേണിംഗ് ഓഫീസർ അനൂപിന് മുമ്പാകെ പത്രിക നൽകിയത്. ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റി കൌൺസിലറായിരുന്ന കോരന്റെ നിര്യാണത്തെ തുടർന്നാണ് ഫെബ്രുവരി 14 ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. സീൽ ന്യൂസ്, ശ്രീകണ്ഠാപുരം. കേരള കണിശ ജ്യോതിഷ സഭ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി KK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ഗണേശ സഭയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മുടെ സമുദായം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ സമുദായത്തല്ല, നമ്മുടെ സമുദായത്തിൽപ്പെട്ട 30 സമുദായങ്ങളോളം ഒരു വലിയ പ്രതിസന്ധിയിലാണ്. അതിനെ എങ്ങനെ തരണം ചെയ്യും എന്ന് നോക്കുവാൻ ഒരു സംഘടന ആവശ്യമാണ്. ഈ ഇന്ത്യ രാജ്യത്തിലെ ഈ കൊച്ചു സംസ്ഥാനമായ കേരളത്തിലെ പോലെ തന്നെ
ഈ ഒരു ചെറിയ ഒരു വലിയ സംഘടനയാണ് കേരള ഗണേശ്. കരിങ്കയം വിജയൻ അധ്യക്ഷത വഹിച്ചു. സായുജ് നാരായണൻ, KP ജനാർദ്ദനൻ, മുരളീധരൻ, TK പവിത്രൻ, KV യശോദ, രതീശൻ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. ഭരണഘടനാപരമായ സംവിധാനം ഉപയോഗിച്ച് വർഗീയത നടപ്പിലാക്കുവാനുള്ള ശ്രമം നടക്കുന്ന ഇക്കാലത്ത് ജനപക്ഷ മാധ്യമ പ്രവർത്തനം സാഹസികമായി മാറിയെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് പറഞ്ഞു. സംസ്ഥാന യുവജനക്ഷേമ ബോർഡ് ജില്ലാ യുവജന കേന്ദ്രം കണ്ണൂരിൽ സംഘടിപ്പിച്ച യുവജന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് എന്നെ വളർത്താൻ ശ്രമിക്കുന്ന ഒരു കാലത്ത് മതനിരപേക്ഷ ജനാധിപത്യ മാനവിക മൂല്യങ്ങളിൽ ഊന്നിയുള്ള മാധ്യമ പ്രവർത്തനം സാഹസികമായി മാറുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്നവർ കടുത്ത ചില പ്രയത്നങ്ങളെ, ശാരീരികമായ അക്രമത്തെ, ജീവൻ തന്നെ അപഹരിക്കപ്പെടുന്ന ഒരു കാലത്ത് ആ മൂല്യങ്ങൾ സംരക്ഷിച്ച് നിലനിൽക്കാൻ മുന്നോട്ട് പോവുക എന്നത് കടുത്ത സാഹസികമായ ഒരു മാധ്യമ പ്രവർത്തനമായിട്ട് മാറി. വർഗീയ ധ്രുവീകരണ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തകൻ സനീഷ് ഇളയടത്ത് മുഖ്യപ്രഭാഷണം നടത്തി. നിഷാദ് മാവില വീട്ടിൽ, KT ശശി എന്നിവരും ക്ലാസ് എടുത്തു. യുവജനക്ഷേമ ബോർഡ് അംഗം ബിജു കണ്ടക്കൈ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ KP ജയബാലൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ EK പത്മനാഭൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി V ചന്ദ്രൻ, ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ വിനോദൻ പൃഥ്വിയിൽ, ജില്ലാ കോർഡിനേറ്റർ സരിൻ ശശി എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. സ്ത്രീവിരുദ്ധമായ സമൂഹമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്ന് ഡോക്ടർ MN കാരശ്ശേരി. പുരുഷാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്ന സ്ത്രീകൾ ഏറെയുള്ള നാടാണിതെന്നും അദ്ദേഹം വിമർശിച്ചു. തളിപ്പറമ്പ് സർ സെയ്ദ് കോളേജിൽ സ്റ്റുഡന്റ് യൂണിയൻ സംഘടിപ്പിച്ച സംവാദത്തിൽ സ്വാതന്ത്ര്യാനന്തര കേരളം എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മലയാളികളുടെ സ്വഭാവത്തിലെ ഏറ്റവും രൂഢമൂലമായ ഒരു ആശയം സ്ത്രീവിരോധമാണ്, അമ്മ വിരോധമാണ്. ബാക്കി എന്തുണ്ടെങ്കിലും അമ്മയെ സഹിക്കില്ല. തെളിവുണ്ടോ? തെളിവാണ്. ഈ രാജ്യം സൃഷ്ടിച്ച ഒരുത്തനെ പറ്റി പറയുന്ന അങ്ങനെയാണ്. പരശുരാമൻ എന്താ പരശു എന്ന് പറഞ്ഞാൽ വെൺമെഴും. നമ്മളിങ്ങനെ മൊബൈൽ കൈ പിടിക്കില്ലേ, ഇതുപോലെ പരശുരാമൻ ഒരു മൊബൈൽ കൈ പിടിച്ചെടുത്തതാണ്. ഇത് ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ്. അമ്മയുടെ പേര് രേണുകാണ്. അമ്മ അരുവിയിൽ കുളിക്കാൻ പോയപ്പോ, സന്ധ്യയ്ക്ക് കുളിക്കാൻ പോയപ്പോ ഒരു ഗന്ധർവന്റെ ശരീര സൗഭാഗ്യം കണ്ട് മോഹിച്ചു എന്ന് മഹർഷിക്ക് വീട്ടിലിരുന്നപ്പോൾ മനസ്സിലായി. എല്ലാ ആണുങ്ങൾക്ക് മനസ്സിലാവും, വീട്ടിലിരുന്ന മഹർഷി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ PT അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു. കോളേജ് യൂണിയൻ ചെയർമാൻ T ഹസീൽ മുഹിയുദ്ദീൻ, ജനറൽ സെക്രട്ടറി അസ്മിന അഷ്റഫ്, ഡോക്ടർ AE ഷെഫി, ഇസ്ഹാഖ് മുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്പറമ്പ. സമ്മതിദായകരുടെ ദേശീയ ദിനാഘോഷത്തിന്റെ തളിപ്പറമ്പ് താലൂക്ക് തല ഉദ്ഘാടനം തളിപ്പറമ്പ് ടൗൺ സ്ക്വയറിൽ നടന്നു. സംഗീതജ്ഞൻ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ പയ്യാവൂർ ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് തഹസിൽദാർ M മുരളി അധ്യക്ഷത വഹിച്ചു. CV പ്രകാശൻ, റെജി P ജോസഫ്, K സുജാത, C വിജയൻ, K ചന്ദ്രശേഖരൻ, T മനോഹരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. സീൽ ന്യൂസ്, തളിപ്പറമ്പ. ഭിന്നശേഷിക്കാരായ മാടായിയിലെ മനോജിന് മാടായി അബ്ദുറഹിമാൻ കൾച്ചറൽ ഫോറം നൽകുന്ന മുച്ചക്ര സൈക്കിളും മാടായി മൊട്ടാമ്പ്രം സ്വദേശി ലൌലിക്ക് P കരുണാകരൻ MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച മുച്ചക്ര സ്കൂട്ടർ വിതരണവും മാടായി ജനതാ ക്ലബ്ബ് പരിസരത്ത് നടന്നു. P കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാർ അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കുകയും ഇവിടെ അബ്ദുറഹിമാൻ കൾച്ചറൽ ഫോറം വിനോദ് ഇതേപോലെ തന്നെ മറ്റൊരു വാഹനം നൽകുന്ന ചടങ്ങ് കൂടിയാണ്. തീർച്ചയായിട്ടും അവരെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. ഇവിടെ ഇത്തരമൊരു വാഹനം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ റോഡിന്റെ സ്ഥിതി അറിയാം. പക്ഷെ പഴയതും വ്യത്യസ്തമായിട്ട് ഇന്ന് റോഡുകളൊക്കെ കുറേയേറെ ഗതാഗത യോഗ്യമായി. ക്യാൻസർ രോഗിയായ അച്ഛനും ഹൃദ്രോഗിയായ അമ്മയ്ക്കും ഏകാശ്രയമായിരുന്നു ഭിന്നശേഷിക്കാരനായ വിനോദ്.
വിനോദ് ലോട്ടറി വിൽപ്പന നടത്തിയാണ് കുടുംബത്തിന്റെ ഉപജീവന മാർഗം. വിനോദിന്റെ ദുരിത ജീവിതം നവമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വാർത്തയായി. ഇതിനെ തുടർന്നാണ് മുച്ചക്ര സൈക്കിൾ വിതരണം ചെയ്യാൻ മാടായിലെ സുമനസുകൾ തയ്യാറായത്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ദിവ്യ ഇടപെട്ടാണ് ഭിന്നശേഷിക്കാരിയായ ലൗലിക്ക് പി കരുണാകരൻ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് മുച്ചക്രവാഹനം ലഭിച്ചത്. ചടങ്ങിൽ പി ദിവ്യ അധ്യക്ഷത വഹിച്ചു. പി ജനാർദ്ദനൻ, കെ വി രഘുനാഥൻ, ഒ കെ രതീഷ്, റഹ്മാൻ മാടായി എന്നിവർ സംബന്ധിച്ചു. സീൽ ന്യൂസ്, ചെറുകുന്ന്. കെ കണ്ണപുരം ദാറുൽ ഇമാൻ മുസ്ലിം യു.പി. സ്കൂളിൽ വർണ്ണം കരകൗശല ശില്പശാല സംഘടിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപിക CP ഗിരിജ ഉദ്ഘാടനം ചെയ്തു. കെ കണ്ണപുരം ദാറുൽ ഈമാൻ മുസ്ലിം LP സ്കൂളിൽ ടാലന്റ് ലാബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി കരകൗശല മേഖലയിൽ അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി വിദഗ്ധ പരിശീലനം നൽകി. ക്ലേ ഉപയോഗിച്ചുള്ള ശില്പനിർമ്മാണം, എംബ്രോയിഡറി വർക്ക്, വെജിറ്റബിൾ പ്രിന്റിംഗ്, വൂളൻ ത്രെഡ് വർക്ക്, പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കരകൗശല വസ്തു നിർമ്മാണം എന്നിവയിലാണ് 3-4 ക്ലാസുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്കായി ശില്പശാല സംഘടിപ്പിച്ചത്. ക്രാഫ്റ്റിൽ കഴിവുള്ള കുട്ടികളെ വിവിധ ക്ലാസുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത് ഒരു വിദഗ്ധനെ കൊണ്ടുവന്ന് നൽകുന്ന ഒരു പരിശീലന ശില്പശാലയാണ് ഇപ്പോൾ വിദ്യാലയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ ക്ലാസുകളിൽ നിന്ന് ചിത്രരചനയിലും നിർമ്മാണത്തിലും കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവർക്കൊരു വിദഗ്ധന്റെ പരിശീലനം നൽകുന്ന പ്രവർത്തനം. അതിന്റെ ഭാഗമായി കുട്ടികൾ വിവിധ കരകൗശല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. പി റബീഹ പരിശീലനത്തിന് നേതൃത്വം നൽകി. KP നസീമ, C കാഞ്ചന എന്നിവർ സംസാരിച്ചു. കുട്ടികൾ തയ്യാറാക്കിയ ഉൽപ്പന്നങ്ങൾ അടുത്ത മാസം നടക്കുന്ന പഠനോത്സവത്തിൽ പ്രദർശിപ്പിക്കും. സീൽ ന്യൂസ്, പഴയങ്ങാടി. കുടുംബശ്രീ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല ബഡ്സ് സ്കൂൾ കലോത്സവം താലോലം കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ TT റംല ഉദ്ഘാടനം ചെയ്തു. നിരവധി ജനക്കൂട്ടം തടിച്ചുകൂടുന്ന സമയത്ത് ചിന്താശക്തി കൊണ്ടും കായികം കൊണ്ടും ആരോഗ്യം കൊണ്ടും പ്രവർത്തിക്കുന്ന നമ്മുടെ മക്കളുടെ പരിപാടിയാണ്. പൊതുജനങ്ങളുടെ പങ്കാളിത്തം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന എനിക്ക് വളരെയധികം മാനസിക പ്രയാസമാണ് ഉണ്ടാകുന്നത്. നമ്മുടെ വേദി എന്ന് പറയുന്നത്. കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ CV അഖിലേഷ് അധ്യക്ഷത വഹിച്ചു. ശാരീരികവും മാനസികവും ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിൽ പരിശീലനവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ കുടുംബശ്രീയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമായ ബഡ്സിലെ വിദ്യാർത്ഥികളുടെ ജില്ലാതല കലോത്സവം താലോലം കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ സംഘടിപ്പിച്ചത്. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്രമ്പ. വനിതാ ശിശുവികസന വകുപ്പിന്റെയും ICDS പ്രോഗ്രാം ഓഫീസിന്റെയും ആഭിമുഖ്യത്തിൽ മുണ്ടേരിയിൽ ബാലികാ ദിനം ആചരിച്ചു. മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടി മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് A പങ്കജാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പ്രോഗ്രാം ഓഫീസർ പറഞ്ഞ പോലെ മത്സ്യം മുറിച്ചാൽ അതിന്റെ തല മാത്രമേ സ്ത്രീകൾക്ക് ലഭ്യമാക്കാൻ പാടുള്ളൂ എന്ന് ധരിച്ചു വെക്കുന്ന കുടുംബ അന്തരീക്ഷം കുടുംബനാഥന്മാരുമുണ്ട്. അപ്പോൾ അതെല്ലാം അതിന് മാറ്റം വരുത്തേണ്ടതുണ്ട് എന്ന് പറയുമ്പോഴും അത് കാലികമായിട്ട് നേരത്തെ ഉണ്ടായിരുന്ന സമ്പ്രദായമാണ്. അത് നിലനിർത്തണം എന്ന് പറയുന്ന വലിയൊരു വിഭാഗം ഉയർന്നു വരുന്നുണ്ട് എന്ന് തോന്നുന്ന വിധത്തിലാണ് ഇത് നമ്മുടെ നാടുകളിൽ സംവാദങ്ങൾ ഉയർന്നു വരുന്നത്. ജില്ലയിലെ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രീകരിച്ച് ആരോഗ്യവകുപ്പിന്റെ സഹകരണത്തോടെ കൌമാരക്കാരായ പെൺകുട്ടികൾക്ക് അനീമി സ്ക്രീനിംഗ് നടന്നു. ചടങ്ങിൽ ICDS ജില്ലാ പ്രോഗ്രാം ഓഫീസർ CA ബിന്ദു അധ്യക്ഷത വഹിച്ചു. നിഷ പാലത്തടത്തിൽ, TV മുംതാസ്, PP മുനീറ, KP അഷ്റഫ്, KP ചന്ദ്രൻ, NP ലിഗിന എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, മുണ്ടേരി. ചെറുകുന്ന് കട്ടക്കുളം അങ്കനവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു. ചെറുകുന്ന് പഞ്ചായത്ത് 12 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അങ്കനവാടിയുടെ ഉദ്ഘാടനം TV രാജേഷ് MLA നിർവഹിച്ചു. കാണുന്ന കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മൃഗങ്ങളൊക്കെ ചിത്രങ്ങളായി ചുവരിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സ്കൂളിന്റെ നമ്മുടെ അംഗൻവാടിയുടെ അന്തരീക്ഷത്തിൽ വന്നൊരു മാറ്റം. എല്ലാ അംഗൻവാടികളിലും മികച്ച കെട്ടിടമാണ്. ഈ അംഗൻവാടി 12 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 12 ലക്ഷം ഒരു അംഗൻവാടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ തുകയല്ല എന്ന് നിങ്ങൾക്കെല്ലാം. ആധുനിക സൗകര്യങ്ങളോട് കൂടി നിർമ്മിച്ച അംഗനവാടി കെട്ടിടത്തിൽ വ്യത്യസ്തങ്ങളായ കാർട്ടൂൺ ചിത്രങ്ങളും പക്ഷികളുടെയും മൃഗങ്ങളുടെയും ചിത്രങ്ങളും കുട്ടികളെ ഏറെ ആകർഷിക്കുന്നു. പൂർണ്ണമായും ശിശു സൗഹൃദമായ രീതിയിലാണ് അംഗൻവാടി കെട്ടിടം നിർമ്മിച്ചത്. ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള കുട്ടികളുടെ ഒഴുക്ക് തടയാനും അംഗൻവാടികളിലെത്തുന്ന കുട്ടികൾക്ക് മികച്ച പരിശീലനം നൽകാനും സൗകര്യപ്രദമായ കേന്ദ്രമാണ് നിർമ്മിച്ചത്. ചെറുകുന്ന് ഗ്രാമപഞ്ചായത്താണ് ഇതിനായി ഫണ്ട് അനുവദിച്ചത്.
പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഹസൻ കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എഞ്ചിനീയർ വി എസ് സപ്ന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പി വി രാധ, കെ മോഹനൻ, കെ ബർത്തില്ല, വി വി നാരായണൻ, പി പി ഉഷ, വി ഉദയകുമാരി, പി എൽ ബേബി, കെ വി നാരായണൻ എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, പഴയങ്ങാടി. കണ്ണൂർ SSA നോർത്ത് BRC ആഭിമുഖ്യത്തിൽ ഭിന്നശേഷി കുട്ടികളുടെ രക്ഷിതാക്കൾക്കുള്ള ശാക്തീകരണ പരിപാടി സംഘടിപ്പിച്ചു. കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലർ ഇ ബീന ഉദ്ഘാടനം ചെയ്തു. BPO MP ശശികുമാർ അധ്യക്ഷത വഹിച്ചു. സുധീഷ്, കെ ഇഷാം, റാഷിദ് തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. സമഗ്ര ശിക്ഷ കണ്ണൂർ സംഘടിപ്പിക്കുന്ന പെൺകുട്ടികളുടെ നാടക ക്യാമ്പ് ജ്വാലയ്ക്ക് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ ആരംഭമായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി ലത ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പെൺകുട്ടികൾക്ക് സമഗ്ര ശിക്ഷ കണ്ണൂർ സംഘടിപ്പിക്കുന്ന ജ്വാല നാടക ക്യാമ്പ് കാഞ്ഞിരങ്ങാട് ഇൻഡോർ പാർക്കിൽ ആരംഭിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പിൽ 15 ഉപജില്ലകളിൽ നിന്നുള്ള 7, 8, 9 ക്ലാസ്സിൽ പഠിക്കുന്ന 30 പെൺകുട്ടികൾക്കാണ് തിയേറ്റർ പരിശീലനം നൽകുന്നത്. പെൺകുട്ടികളെ ശാക്തീകരിക്കുന്നതിന് സമഗ്ര ശിക്ഷ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഭാഗമായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാതലത്തിൽ രൂപപ്പെടുത്തുന്ന നാടകങ്ങൾ തൃശൂരിൽ നടക്കുന്ന സംസ്ഥാന ക്യാമ്പിൽ അവതരിപ്പിക്കും. 7, 8, 9 ക്ലാസ്സുകളിലെ പെൺകുട്ടികളെയാണ് ഇതിനുവേണ്ടി തെരഞ്ഞെടുത്തിട്ടുള്ളത്. 4 ദിവസം നീണ്ടു നിൽക്കുന്ന 25 മുതൽ 28 വരെ നീണ്ടു നിൽക്കുന്ന തിയേറ്റർ ക്യാമ്പിനകത്ത് പങ്കെടുക്കുന്ന പെൺകുട്ടികൾക്ക് ഇവിടെ രൂപപ്പെടുത്തുന്ന രൂപങ്ങൾ, നാടകരൂപങ്ങൾ സംസ്ഥാന തലത്തിൽ പ്രദർശിപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും. പെൺകുട്ടികളെ ശാക്തീകരിക്കുക എന്നുള്ള സമഗ്ര ശിക്ഷയുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ജ്വാല എന്ന ഈ നാടക ക്യാമ്പ്. സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ കെ അലിയാർ, പി നാരായണൻ എന്നിവരാണ് പരിശീലനത്തിന് നേതൃത്വം നൽകുന്നത്. ജില്ലാ പ്രൊജക്ട് ഓഫീസർ KR അശോകൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ടി ഷീബ, പ്രോഗ്രാം ഓഫീസർ SP രമേശൻ, BPO KP ജയേഷ് എന്നിവർ സംസാരിച്ചു. സീൽ ന്യൂസ്, തളിപ്രമ്പ. തളിപ്പറമ്പിൽ പി നീലകണ്ഠ അയ്യരുടെ സ്മരണക്കായി ആരംഭിച്ച പെരിഞ്ചല്ലൂർ സംഗീത സഭ 4ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. 27 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ചിറവക്ക് നീലകണ്ഠ അയ്യർ സ്മാരക മന്ദിരത്തിൽ ഈ വർഷത്തെ ആദ്യ കച്ചേരി നടക്കും. ചെന്നൈയിലെ പ്രശസ്ത സംഗീതജ്ഞൻ കുന്നക്കുടി M ബാലമുരളീകൃഷ്ണ ആദ്യ കച്ചേരി അവതരിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംഗീത വിജ്ഞാനത്തിന്റെ 40 വിസ്മയവേദികൾ കഴിഞ്ഞ 3 വർഷത്തിൽ പെരിഞ്ചല്ലൂർ സംഗീത സഭ ഒരുക്കിയിട്ടുണ്ട്. ഈ വർഷവും ഭാരതമെങ്ങുമുള്ള പ്രശസ്ത സംഗീതജ്ഞരുടെ കച്ചേരികൾ പ്രാദേശിക ആസ്വാദകർക്ക് മുന്നിലെത്തിക്കും. 27 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് ചിറവക്ക് നീലകണ്ഠ അയ്യർ സ്മാരക മന്ദിരത്തിൽ ചെന്നൈയിലെ പ്രശസ്ത സംഗീതജ്ഞൻ കുന്നക്കുടി M ബാലമുരളീകൃഷ്ണ ആദ്യ കച്ചേരി അവതരിപ്പിക്കും. പ്രഗത്ഭരായ വിശ്വേഷ് സ്വാമിനാഥൻ, മാവേലിക്കര RV രാജേഷ്, കടനാട് G അനന്തകൃഷ്ണൻ എന്നിവർ കച്ചേരിക്ക് അകമ്പടിയാകും. ഞങ്ങൾ ആദ്യം തന്നെ വിഭാവനം ചെയ്ത പോലെ തന്നെ 3 വർഷം കഴിഞ്ഞ നമ്മുടെ പ്രദേശത്തെ കലാകാരന്മാർക്കും കുട്ടികൾക്കും വളർന്നു വരുന്ന ഒരു വേദിയായിട്ട് ഇത് മാറ്റണമെന്ന് ഞങ്ങളുടെ ട്രസ്റ്റ് ആദ്യം തന്നെ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം മുതൽ 2019 മുതൽ ചെറിയ മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തിയിട്ടുണ്ട്. നവരാത്രി കാലങ്ങളല്ലാതെ ഞങ്ങൾ പ്രതിമാസം അല്ലെങ്കിൽ 2 മാസത്തിൽ ഒരിക്കൽ ഒരു കച്ചേരി എന്ന കൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നവരാത്രി കാലങ്ങളിൽ സരസ്വതി മണ്ഡപം പോലെ ഈ നീലകണ്ഠയ്യ സ്മാരക മന്ദിരം ഉപയോഗിച്ച് ഇവിടെയുള്ള കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ള കുട്ടികൾക്കും അമേച്വറായ കർണാട്ടിക് സംഗീതജ്ഞർക്കും ഒരു വേദി ഒരുക്കാം. വാർത്താ സമ്മേളനത്തിൽ വിജയ് നീലകണ്ഠൻ, PV രാജശേഖരൻ, A ശിവസുബ്രഹ്മണ്യം, CV കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്രമ്പ. കമ്പിൽ കാരുണ്യ കൾച്ചറൽ സെന്റർ 24ാം വാർഷികാഘോഷം കമ്പിൽ മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. മയിൽ SI രാഘവൻ ഉദ്ഘാടനം ചെയ്തു. ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക് സൗകര്യമുണ്ടാകുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന മാണിയൂർ ഉസ്താദിനെയാണ്. ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകാറുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോൾ ഒരു കാര്യം പറയണമെന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ പോയത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ എന്തോ എനിക്കത് പറയാൻ തോന്നിയില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹം എന്നോട് പറഞ്ഞു അതിന്റെ ഉത്തരം എന്ന നിലയിൽ. സാർ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഉപദേശിക്കാനല്ലേ പറ്റൂ. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്, ഇന്നത്തെ തലമുറയുടെ പോക്ക് അതാ ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, മുഖത്തടിച്ചതുപോലെ അദ്ദേഹം എന്നോട് പറഞ്ഞു, സാർ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ഉപദേശിക്കാനല്ലേ പറ്റൂ.
സയ്യിദ് സാദി അൽ ഹസരി കുടിവെള്ള പദ്ധതി സമർപ്പണം നടത്തി. അസ്രഫ് അൽഗാസമി 4ാം പീടിക, ഡോക്ടർ വേണുഗോപാൽ, PP നൌഫൽ, മിഗ്ദാദ്, PP അഷ്റഫ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. സീൽ ന്യൂസ്, കമ്പിൽ. മുണ്ടേരി പ്രാഥമികാരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനം 27 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. ആരോഗ്യ വകുപ്പ് മന്ത്രി KK ശൈലജ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മുണ്ടേരി PHC കുടുംബാരോഗ്യ കേന്ദ്രമാകുന്നതോടെ 3 ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും. ലാബ് സൗകര്യം, വയോജന വിശ്രമ കേന്ദ്രം, പാലിയേറ്റീവ് സേവനം തുടങ്ങിയ സൗകര്യങ്ങൾ ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട 171 പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിൽ മുണ്ടേരി ഗ്രാമപഞ്ചായത്തിനകത്തെ PHCയും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് കുടുംബാരോഗ്യ കേന്ദ്രമായി പ്രഖ്യാപിച്ചതോട് കൂടിയിട്ട് നമ്മുടെ ജനങ്ങളുടെ സൗകര്യങ്ങൾ വൈകുന്നേരം 5 മണി വരെ 6 മണി വരെ ആക്കി വരികയും OP സൗകര്യം ലഭ്യമാകുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാവുകയാണ്. ഫാർമസിസ്റ്റിന്റെ സേവനം, അതുപോലെ ലബോറട്ടറിയുടെ ലാബ് സൗകര്യങ്ങൾ, വയോജനങ്ങൾക്കുള്ള ക്ലിനിക്കുകൾ, മറ്റിതര സൗകര്യങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരികയാണ്. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ KP അഷ്റഫ്, മുണ്ടേരി പഞ്ചായത്ത് പ്രസിഡന്റ് A പങ്കജാശൻ, KP അബ്ദുൽ സലാം, GV സുധർമ്മ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സീൽ ന്യൂസ്, മുണ്ടേരി. കേരള പോലീസ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി, കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്നവർക്ക് യാത്രയയപ്പ് നൽകി. പോലീസ് സഭാഹാളിൽ നടന്ന പരിപാടി കണ്ണൂർ റേഞ്ച് IG ബൽറാം കുമാർ ഉപാധ്യായ ഉദ്ഘാടനം ചെയ്തു. മനസ്സിൽ തൃപ്തി ഉണ്ടാവേണ്ടതാണെങ്കിൽ നമ്മൾ ജോലി നല്ല കൃത്യം ചെയ്തിട്ടുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരു അഭിമാനത്തോട് കൂടിയാണ്, കുടുംബങ്ങളെ അഭിമാനത്തോട് കൂടിയാണ് നമ്മൾ ജോലി ചെയ്തു. അങ്ങനെ പോലെ മനസ്സിൽ തൊഴിൽ മണ്ണാണ് നമ്മുടെ ജീവിതം ഫലപ്രദമായി പോയി എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും. രാധാകൃഷ്ണൻ കഴിഞ്ഞ 9 മാസം വേണ്ടി കൂടെ ജോലി ചെയ്തപ്പോൾ എനിക്കത് കണ്ണൂർ IG ഓഫീസിൽ നിന്ന് വിരമിച്ച K രാധാകൃഷ്ണൻ, അഴീക്കൽ കോസ്റ്റൽ പോലീസ് K രാജൻ, ഇരിക്കൂർ SI പുരുഷോത്തമൻ, പരിയാരം ASI ഗോപിനാഥൻ, TC സണ്ണി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. KPOA വൈസ് പ്രസിഡന്റ് K മഹേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പോലീസ് മേധാവി G ശിവവിക്രം മുഖ്യാതിഥിയായി. DYSP PP സദാനന്ദൻ, EV രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. സീൽ ന്യൂസ്, കണ്ണൂർ. പിണറായി സാമൂഹികാരോഗ്യ കേന്ദ്രത്തെ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തുന്നതിന്റെ പ്രഖ്യാപനവും ബഹുനില കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും ജനുവരി 27 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായി മാറുന്നതോടെ പിണറായിലും സമീപ പ്രദേശങ്ങളിലെയും സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കും. സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ നൽകുക വഴി ജില്ലാ താലൂക്ക് ആശുപത്രികളിലെ തിരക്ക് ഒഴിവാക്കാൻ സാധിക്കും. സീൽ ന്യൂസ്, കണ്ണൂർ. തളിപ്പറമ്പ് സർസെയ്ദ് കോളേജ് നാഷണൽ സർവീസ് സ്കീം മുൻ വളണ്ടിയർമാർ വീണ്ടും ഒത്തുകൂടുന്നു. സംഗമം ഞായറാഴ്ച രാവിലെ 9:30 മുതൽ സർസെയ്ദ് കോളേജിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 1975 മുതൽ 2019 വരെയുള്ള വളണ്ടിയർമാർ സംഗമത്തിൽ പങ്കെടുക്കും. ശ്രമദാനം പുനരാവിഷ്കരിക്കുകയാണ് മുഖ്യലക്ഷ്യമെന്ന് സംഘാടകർ പറഞ്ഞു. ജനുവരി 26-നാണ് നമ്മൾ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെ 9:30 ആണ് പരിപാടി തുടങ്ങുന്നത്. വൈകുന്നേരം 5 മണി വരെ അത് നീണ്ടുപോകും. പരിപാടിയിൽ നമ്മുടെ മുൻകാലങ്ങളിൽ സർസെയ്ദ് കോളേജിൽ നിന്ന് ഇറങ്ങിയ, അതായത് 1975 മുതൽ 2019 ഇടയിലുള്ള മുഴുവൻ പൂർവ്വ വളണ്ടിയർമാരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ അലുമിനി പ്രസിഡന്റ് C മുഹമ്മദ് റാഫി, ഷൈഫൽ സീൻഡകത്ത്, KS റിയാസ്, റാഫി കൂനം എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്രമ്പ. പട്ടുവം കൂത്താട്ട് ശ്രീ മടയിൽ ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവത്തിന് സമാപനമായി. നിരവധി ഭക്തരാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. സമാപന ദിവസമായ വെള്ളിയാഴ്ച പുലർച്ചെ കലശമെഴുന്നള്ളിപ്പും കലശപ്പാട്ടും നടന്നു. തുടർന്ന് മരുതിയോടൻ ഗുരുക്കൾ, പൊട്ടൻ ദൈവം, ഗുളികൻ ദൈവം, കുറത്തിയമ്മ, മടയിൽ ചാമുണ്ടി, പാതാളമൂർത്തി, വിഷ്ണുമൂർത്തി എന്നിവയുടെ പുറപ്പാട് നടന്നു. മടയിൽ ഭഗവതിയുടെ തിരുമുടി നിവരുന്നത് കാണാൻ നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ എത്തിയത്. തുടർന്ന് അന്നദാനവും ഉണ്ടായി. സീൽ ന്യൂസ്, തളിപ്പറമ്പ.
പ്രസിദ്ധമായ മാങ്കടവ് മഖാമുറൂസിന് തുടക്കമായി. RP അബുഹാജി പതാക ഉയർത്തി. മൗലീദ് പാരായണം, ഗത്തന്തുവ, കൂട്ടസിയാറത്ത് എന്നിവയും നടന്നു. ഉസ്താദുന ടി കുഞ്ഞാലി ബാഖവി, സയ്യിദ് ഹാരിസ് തങ്ങൾ, ഹൈദ്രൂസി അൽ ബാഖവി എന്നിവർ നേതൃത്വം നൽകി. മജ്ലിസുന്നൂർ വാർഷികത്തിന് അൽ ഉസ്താദ് മാണിയൂർ അബ്ദുൽ ഖാദിർ അൽ ഖാസമി നേതൃത്വം നൽകി. ഉസ്താദ് അസ്ലം അസ്ഹരി പ്രഭാഷണം നടത്തി. ശനിയാഴ്ച രാത്രി 7:30 ഇസ്ലാമിക കഥാപ്രസംഗം നടത്തും. സമാപന ദിവസമായ ഞായറാഴ്ച നടക്കുന്ന ദിക്റ് സ്വലാത്ത് മജ്ലിസിന് ഷൈഖുന വേന്മേനാട് ഉസ്താദ് നേതൃത്വം നൽകും. സ്വലാത്ത് വാർഷികത്തിന്റെയും സമാപന ദുആ മജ്ലിസിന്റെയും ഉദ്ഘാടനം ഉസ്താദ് അഹമ്മദ് ബഷീർ ഫൈസി മാണിയൂർ നിർവഹിക്കും. ഉസ്താദ് കീച്ചേരി അബ്ദുൽ ഗഫൂർ മൗലവി പ്രഭാഷണം നടത്തും. അന്നദാനവും ഉണ്ടാകും. സീൽ ന്യൂസ്, ധർമ്മശാല. തളിപ്പറമ്പ് കൊട്ടില മഹല്ല് ഖാദി ബയ്യത്ത് സമ്മേളനവും നവീകരിച്ച് ഷാദുലി മസ്ജിദ് ഉദ്ഘാടനവും 27 ഞായറാഴ്ച വൈകുന്നേരം 6 മണിക്ക് നടക്കും. പള്ളി ഉദ്ഘാടനം സയ്യിദ് മുഹമ്മദ് ജഫ്രി കോയ തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സയ്യിദ് ഹാഷിം തങ്ങളായിരുന്നു ഖാദിയായിട്ടുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ ജമാഅത്തെ ഉമ്മത്തിയുടെ തീരുമാനപ്രകാരം സമസ്തയുടെ പ്രസിഡന്റ് സയ്യിദ് ജഫ്രി തങ്ങൾ മഹല്ലിന്റെ ഖാദിയായിട്ട് സ്ഥാനമേൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഒരുപാട് പഴക്കമുള്ള നിസ്കാര പള്ളി പഴയ ആൾക്കാർ ഇതുണ്ടാകുന്നത് അഭ്യുതകാംക്ഷികളായ ചില വ്യക്തികളുടെ സഹകരണത്തോടു കൂടി അത് നവീകരിച്ചതിന്റെ ഉദ്ഘാടന കർമ്മം. ഗാസി ബയ്യത്ത് സമ്മേളനം വൈകുന്നേരം 6:30 സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റ് ഷൈഖുന PKP അബ്ദുൽ സലാം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്യും. തളിപ്പറമ്പ് നഗരസഭാ ചെയർമാൻ മഹമ്മൂദ് അള്ളാംകുളം സുവനീർ പ്രകാശനം ചെയ്യും. ജുമാഅത്ത് കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി PI മുഹമ്മദ് ഇക്ബാൽ ഏറ്റുവാങ്ങും. ഷൈഖുന PP ഉമർ മുസ്ലിയാർ കൊയ്യോട് മുഖ്യപ്രഭാഷണം നടത്തും. T ഇസ്ഹാഖ് ദാരിമി അധ്യക്ഷത വഹിക്കും. വാർത്താ സമ്മേളനത്തിൽ KP അബ്ദുള്ള ഹാജി, CP നിസാമുദ്ദീൻ, M അബ്ദുള്ള, PP മുസ്തഫ എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, തളിപ്പറമ്പ്. സംസ്ഥാന യൂത്ത് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് ശനിയാഴ്ച അഴീക്കോട് ചാൽ ബീച്ചിൽ തുടക്കമാകും. വൈകിട്ട് 5 മണിക്ക് കായിക വകുപ്പ് മന്ത്രി EP ജയരാജൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 16 മുതൽ 18 വയസ്സ് പ്രായപരിധിയിലുള്ള 300-ൽ പരം മത്സരാർത്ഥികളും 100-ൽ പരം സീനിയർ വനിതാ പുരുഷ ബോക്സർമാരും മത്സരത്തിൽ മാറ്റുരയ്ക്കും. 1.5 പതിറ്റാണ്ടിന് ശേഷം എത്തുന്ന ബോക്സിംഗ് മത്സരങ്ങൾക്ക് അന്തർദേശീയ നിലവാരമുള്ള ബോക്സിംഗ് റിംഗും ഗാലറിയും ഉൾപ്പെടെ വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. സംഘാടക സമിതി ചെയർമാൻ PK ശ്രീമതി MP അധ്യക്ഷത വഹിക്കും. കിയാൽ ഡയറക്ടർ ഡോക്ടർ MP ഹസൻകുഞ്ഞി, കിയാൽ MD V തുളസിദാസ്, മുൻ ലോക വനിതാ ബോക്സിംഗ് ചാമ്പ്യൻ KC ലേഖ, കേരള സ്റ്റേറ്റ് ഒളിമ്പിക്സ് അസോസിയേഷൻ ഡോക്ടർ CB റെജി എന്നിവരെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കും. സമാപന ദിവസം സിനിമാ താരം മനോജ് K ജയൻ, സിനിമാ പിന്നണി ഗായകരായ സംഗീതരത്നം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സൈനോര ഫിലിപ്പ് തുടങ്ങിയവർക്ക് പുറമെ കോമഡി ഷോ താരങ്ങളായ ബിനു അടിമാലി ഉൾപ്പെടെയുള്ള താരങ്ങളുടെ സ്റ്റേജ് ഷോയും ഒരുക്കിയിട്ടുണ്ട്. സീനിയർ ബോക്സർമാരുടെ പ്രൈസ് മണിക്കായുള്ള ഫൈറ്റ് നൈറ്റ് മത്സരങ്ങൾ 27 നടക്കും. പരിപാടി തുറമുഖ വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം ശനിയാഴ്ച വാട്ടർ കളർ ചിത്രരചന മത്സരവും കുട്ടികൾക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട്. രാവിലെ 10 ആരംഭിക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് സംഘാടക സമിതി ഓഫീസിൽ നേരിട്ടെത്തി രജിസ്റ്റർ ചെയ്യാം. വാർത്താ സമ്മേളനത്തിൽ കേരള സ്റ്റേറ്റ് അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ NK സൂരജ്, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് OK വിനീഷ്, ജില്ലാ അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് K ശാന്തകുമാർ, ജില്ലാ അമേച്ചർ ബോക്സിംഗ് അസോസിയേഷൻ ട്രഷറർ C ജഗദീഷ് എന്നിവർ പങ്കെടുത്തു. സീൽ ന്യൂസ്, കണ്ണൂർ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുറഞ്ഞ നിരക്കിൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് വിമാനയാത്ര സാധ്യമാക്കുന്ന കേന്ദ്ര പദ്ധതിയായ ഉഡാൻ സർവീസുകൾക്ക് കണ്ണൂർ വിമാനത്താവളത്തിൽ തുടക്കം. ആദ്യ സർവീസ് ഇൻഡിഗോ എയർലൈൻസിന്റേത്. ചലച്ചിത്ര സംവിധായകൻ പ്രിയനന്ദനന്റെ തലയിൽ ചാണകവെള്ളമൊഴിച്ചതിൽ വ്യാപക പ്രതിഷേധം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധവും പ്രകടനങ്ങളും. സ്ത്രീവിരുദ്ധമായ സമൂഹമാണ് ഇപ്പോഴും കേരളത്തിലുള്ളതെന്ന് ഡോക്ടർ MN കാരശ്ശേരി. പുരുഷാധിപത്യ മൂല്യങ്ങൾക്ക് വേണ്ടി വർത്തമാനം പറയുന്ന സ്ത്രീകൾ ഏറെയുള്ള നാടാണിതെന്നും MN കാരശ്ശേരി. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിച്ചു. നമസ്കാരം.